എല്ലാവർക്കും നമസ്കാരം. ചാറ്റിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Page of Wands, Devil card, Sun card, Star card, Queen of Cups, ടെമ്പറൻസ് എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പേജ് ഓഫ് വോൺസ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയമാണ്. ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവയോഗ്യമാകുന്ന പല കാര്യങ്ങളും അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ പലതും നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിട്ട് വരാത്തവരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ച പല കാര്യങ്ങളും അനുഭവത്തിൽ വരുന്ന സമയം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് മറ്റുള്ള ആളുകൾ ചിന്തിക്കുന്നതോ പറയുന്നതോ എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ചിന്താഗതികളും രീതികളും മാറുന്നില്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ട് ജോലിയിൽ, അതേപോലെ ജീവിതത്തിൽ പല സക്സസ് ഉണ്ടാകുന്ന അക്കംപ്ലിഷ്മെൻറ്റ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. മാനസികമായിട്ട് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. കാരണം കരിയറിലൊരു അച്ചീവ്മെൻറ്റ്, ഒരു ആദരവ്, ഒരു അപ്രീസിയേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ബന്ധങ്ങളിൽ നമ്മൾ പറയുന്നത് കേൾക്കാതെ പോകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകൾ എന്തൊക്കെയോ പറയുന്നു, പക്ഷെ കേൾക്കേണ്ടവരത് കേൾക്കുന്നില്ല. യു ഫീൽ അൺഹേർഡ്. ഒരു ബന്ധത്തിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിവാഹിതരല്ലാത്തവരാണെങ്കിൽ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തി, അങ്ങനെയൊക്കെ ഉള്ളൊരു അവരിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് ആളുകൾ കേൾക്കുന്നു. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നു, നിങ്ങളുടെ വാക്കുകൾക്ക് അവർ കാതോർക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു സന്തോഷവും തൃപ്തിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നു. ബന്ധങ്ങളിലൊരു ഊഷ്മളത ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു എനർജി, അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയാണ്. അതേപോലെ തന്നെ ഡെവിൾ ആൻഡ് സ്റ്റാർ കാർഡാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ ഒരു എനർജി പറയുകയാണെങ്കിൽ ഡെവിൾ ആൻഡ് സ്റ്റാർ കാർഡ് എനർജി എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷനാണ്. കാരണം നിങ്ങൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് പലതരത്തിൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അനുഭവയോഗ്യമാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ പറയും കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോയെന്ന് പറയുന്നത് അപകട സാധ്യതകളോ അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നെഗറ്റീവ് എനർജീസ്, ചുറ്റുമുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ്. കാരണം ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഗണപതി ഭഗവാൻ നിങ്ങളോട് കൂടെയുണ്ട്. തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ തുമ്പിക്കൈ കൊണ്ട് തടസ്സങ്ങളൊക്കെ തട്ടി മാറ്റുന്നു എന്ന് നമ്മൾ പറയുന്ന പോലെ അതെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റി, നിങ്ങളിലേക്ക് തടസ്സങ്ങൾ, നിങ്ങൾക്ക് ചുറ്റിനും ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ദൈവിക ശക്തി നിങ്ങളിൽ നിന്ന് മാറ്റുകയാണ്. ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ചലഞ്ചസ്, തടസ്സങ്ങൾ, കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇനിയും അങ്ങനെ ആകും എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇപ്പോൾ യു ആർ വെൽ പ്രൊട്ടക്റ്റഡ്, നിങ്ങൾ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ നെഗറ്റീവ് എനർജീസും കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റും ഉണ്ട്. അതായത് ഏത് തരത്തിലാവും, ഇപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ നാവേറ്, കണ്ണേറ്, ഇതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം ലഭിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നക്ഷത്രപ്രകാരം നിങ്ങൾ നല്ല സമയമാണ് ഇപ്പോൾ എന്നുള്ളത് നമ്മൾ പറയുമല്ലോ, ആ ഒരു എനർജിയാണ്. ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അതിൽ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനം, ഡെവിൾ എനർജി ആൻഡ് സ്റ്റാർ കാർഡാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പറ്റുന്ന സമയം എന്ന് തന്നെ പറയാം. അതായത്
ഇതിൽ തന്നെ നിൽക്കണോ അതോ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കുക? അതായത് ഇവിടെ ഒരു ഡെവിൾ മൊമെൻറ്റ് സൂചിപ്പിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതോ ജങ്ക് ഫുഡ് കഴിക്കുന്നതോ അൺഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സ്വഭാവദൂഷ്യം നിങ്ങൾക്കുണ്ടാവാം. അപ്പോൾ അതിൽ തന്നെ തുടരണോ, അതിൽ നിന്ന് വിട്ടകന്ന് അത് റിലീസ് ചെയ്യണോ? അതായത് രാത്രി ഉറക്കമൊളിച്ച് ഒത്തിരി നേരം വൈകിയിരിക്കുന്നത്, രാവിലെ വൈകി എണീക്കുന്നത്, ഈ ശീലമൊക്കെ മാറി നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ കിടക്കുക, ഇങ്ങനൊരു ശീലത്തിലേക്ക് നിങ്ങൾ പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതേപോലെ ആ ഒരു തീരുമാനം നിങ്ങൾക്ക് കുറച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയം പൊതുവേ ചില ആളുകൾ ഇപ്പോൾ ജിമ്മിൽ ചേരും. എന്തായാലും ജിമ്മിൽ ചേർന്നും കൊണ്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ 1-2 ദിവസം പോയിട്ട് പിന്നെ അത് നിർത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക കൂടി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സസൈസ്, എന്തെങ്കിലും പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, അത് മാറ്റം ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം, ഇതൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ട് അത് 2 ദിവസം ചെയ്തിട്ട് നിർത്തുന്ന രീതിയല്ല, മറിച്ച് നിങ്ങളത് പൂർണ്ണമായിട്ടും അതിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വളരെ അധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ആക്റ്റീവാണ്, നിങ്ങൾ വളരെ എനർജറ്റിക് ആണ്. അപ്പോൾ എനർജറ്റിക് ആകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഫിസിക്കൽ എനർജി ഭയങ്കര കൂടുതലാകുമ്പോൾ അത് റിലീസ് ചെയ്യണം. അപ്പോൾ എക്സസൈസോ മറ്റു തരത്തിൽ ഒത്തിരി ഡാൻസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ എക്സസൈസ്, ബാഡ്മിൻ്റൺ, സ്പോർട്സ്, ശാരീരികമായിട്ട് അധ്വാനമുള്ള തരത്തിലുള്ള സ്പോർട്സ് കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി അത്രയും കൂടുതലായതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിനും വളരെ നല്ലതാണ്. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡെവിൾ ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും, എന്തൊക്കെ അഡിക്ഷൻസ്, എന്തൊക്കെ നെഗറ്റീവ് എനർജീസ് വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കാരണം ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ കമ്മിറ്റഡ് ആണ്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ അവരെ സഹായിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു, അവരോട് വളരെ പോസിറ്റീവായിട്ടും അതേപോലെ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അത് അവർക്ക് ഒത്തിരി സഹായകരമായിട്ട് മറ്റുള്ളവർക്ക് സഹായഹസ്തം നൽകുന്ന ഒരു സാഹചര്യം. അതേപോലെ തന്നെ നിങ്ങൾക്കും തിരിച്ചും ഇപ്പോൾ നിങ്ങൾ സൗഹൃദം എന്ന് പറയുന്ന അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്നുള്ള രീതിയിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ സുഹൃത്തുക്കളെ സഹായിക്കുന്ന പോലെ അവരും നിങ്ങളെ സഹായിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ സൺ ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നതായിട്ടാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയം ഒത്തിരി നിങ്ങൾ ജീവിതത്തിൽ കുറച്ചധികം നാളായിട്ട് എല്ലാ ദിവസവും ഒരേപോലെയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഒരു മാറ്റമൊക്കെ ലൈഫിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ആക്റ്റീവ് ആവുകയാണ്. നിങ്ങളൊരു ജീവിതത്തിൽ നിങ്ങളുടേതായിട്ട് എന്തൊക്കെയോ ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ ശരിയായിട്ടുള്ള സന്തോഷം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. കീ ടു യുവർ ഹാപ്പിനെസ് അതെന്താണ്, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ അതെന്താണ്, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. ആ ഒരു സന്തോഷം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം എല്ലാ കാര്യം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന സമയമാണ്. റിട്ടയറി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും പൊതുവെ കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. ഏത് ഏജ് ഗ്രൂപ്പിലായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പം വളരെയധികം ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം കൂടിയിട്ടാണ്. വളരെ കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, കോൺഫറൻസസിൽ ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതിലൊക്കെ നന്നായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതേപോലെ ഇൻ്റർവ്യൂസൊക്കെ ഈ ഒരു മാസം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിജയസാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾ പറയുന്ന വാക്കുകളിലും നിങ്ങളുടെ എക്സ്പ്രഷനിലും ഒക്കെ കോൺഫിഡൻസ് നീലിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി തരുന്ന കാര്യമാണ് എന്നുള്ളത് കൂടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ
ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.